കുഞ്ഞ് റയാൻ നിർത്താതെ ഛർദ്ദിക്കുകയാണ്. പാട്രീഷ്യ ആകട്ടെ ആകെ ഭയന്നു പോയിരുന്നു. പെട്ടെന്ന് റയാന് ശ്വാസമുട്ടൽ അനുഭവപ്പെടാൻ തുടങ്ങി. പാട്രീഷ്യയുടെ ഭയം ഇരട്ടിച്ചു. വെറും 2.5 മാസം മാത്രം പ്രായമായ തൻ്റെ മകൻ്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. ശ്വാസം കിട്ടാതെ അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. പെട്ടെന്ന് അവൾ ധൈര്യം സംഭരിച്ച് അവനെയും എടുത്ത് പുറത്തേക്ക് ഓടി. പ്രശസ്തമായ ഒരു കുട്ടികളുടെ ആശുപത്രിയിലേക്കാണ് അവൾ റയാനെയും എടുത്ത് ഓടിയത്. അവൾ ആശുപത്രിയിലെത്തി. ഡോക്ടർ പെട്ടെന്ന് തന്നെ അവനെ പരിശോധിച്ചു. എൻ്റെ കുഞ്ഞിന് എന്തു പറ്റി ഡോക്ടർ? കരഞ്ഞുകൊണ്ട് പാട്രീഷ്യ ചോദിച്ചു. ഇവൻ്റെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കലാണ്. കൂടുതൽ ടെസ്റ്റുകൾ നടത്തിയെങ്കിലേ കൃത്യമായി എന്തെങ്കിലും പറയാൻ കഴിയൂ. എന്തായാലും ഇവനെ ICUവിലേക്ക് മാറ്റുകയാണ്. അവനെ ICUവിൽ അഡ്മിറ്റ് ചെയ്ത ശേഷം വീണ്ടും കുറേ ഡോക്ടർമാർ എത്തി അവനെ പരിശോധിക്കുകയും ടെസ്റ്റുകൾ നടത്തുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നു. കരഞ്ഞ് തളർന്നിരിക്കുകയായിരുന്നു പാട്രീഷ്യ. കുറച്ച് ഡോക്ടർമാർ ICUവിന് മുന്നിൽ കൂടി നിൽക്കുന്നത് അവൾ കണ്ടു. എന്താണ് തൻ്റെ മകന് പറ്റിയതെന്ന് ചോദിക്കാമെന്ന് കരുതി അവൾ എഴുന്നേറ്റു. എന്നാൽ അവരുടെ നിൽപ്പും രീതികളുമൊക്കെ കണ്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾക്ക് തോന്നി. അവർ അടക്കി പിടിച്ച് സംസാരിക്കുകയും ഇടയ്ക്ക് അവളെ രൂക്ഷമായി നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് കടന്നു വന്നു. അവർ ഡോക്ടർമാരുമായി സംസാരിക്കുകയും ഡോക്ടർമാർ അവളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പോലീസുകാർ അവളുടെ അടുത്തെത്തി. നിങ്ങൾ ഞങ്ങളോടൊപ്പം സ്റ്റേഷനിലേക്ക് വരണം, അവർ അവളോട് ആവശ്യപ്പെട്ടു. എൻ്റെ മകൻ ഇവിടെ അഡ്മിറ്റാണ്. എന്താണ് സാർ കാര്യം? അവൾ അവരോട് ചോദിച്ചു. നിങ്ങളുടെ മകനെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവർ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടിത്തരിച്ചിരുന്നു പോയി. യഥാർത്ഥത്തിൽ പട്രീഷ്യ അവളുടെ മകനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നോ? എങ്കിൽ എന്തിനു വേണ്ടി? പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു? അതിനെല്ലാമുള്ള ഉത്തരമാണ് ഇന്നത്തെ സ്റ്റോറി ഫോർ യുയിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയിലെ മിസൗറി സ്റ്റേറ്റിൽ താമസിച്ചിരുന്ന ഒരു സാധാരണക്കാരിയായിരുന്നു പാട്രീഷ്യ. ടൗണിലുള്ള ഒരു ചെറിയ ഷോപ്പിലെ സ്റ്റാഫായിരുന്നു അവൾ. ആ ഷോപ്പിൽ സ്ഥിരമായി വരുമായിരുന്ന ഡേവിഡ് സ്റ്റാലിങ്സ് എന്ന യുവാവുമായി അവൾ അടുപ്പത്തിലാവുകയും 2 വർഷത്തെ പ്രണയത്തിന് ശേഷം അവർ വിവാഹിതരാവുകയും ചെയ്തു. അധികം താമസിയാതെ അവർക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു. അതായിരുന്നു റയാൻ. ജനിച്ച് 2 മാസമായപ്പോഴേക്കും റയാന് സുഖമില്ലാതെയായി. ആ സംഭവമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. പാട്രീഷ്യ വിചാരണ തടവിലായതിനു ശേഷം ഒരു ദിവസം പോലീസുകാർ അവളെ കണ്ട് ചോദിച്ചു, നിനക്ക് നിൻ്റെ മകനെ കാണണോ? വേണം എന്നവൾ പറഞ്ഞു. അവർ അവളെ ആശുപത്രിയിൽ എത്തിച്ചു. അന്നവൾ തൻ്റെ പൊന്നുമോനെ ഒന്നുകൂടി കണ്ടു. അത് അവസാനത്തെ കാഴ്ചയായിരുന്നെന്ന് അവൾ അറിഞ്ഞില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ റയാൻ മരിച്ചു. അവൾക്കെതിരെ കൊലപാതക കുറ്റം ചാർജ് ചെയ്യപ്പെട്ടു. ഈഥലൈൻ ഗ്ലൈസോൾ എന്ന വിഷം നൽകി കുട്ടിയെ കൊലപ്പെടുത്തി എന്നതായിരുന്നു അവൾക്കെതിരെയുള്ള കുറ്റം. റയാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ നടത്തിയ ബ്ലഡ് ടെസ്റ്റിലാണ് ഡോക്ടർമാർക്ക് ഈ വിവരം മനസ്സിലായത്. അവർ ഉടനെ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. ഇനിയാണ് കഥയിലെ ആദ്യത്തെ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ പാട്രീഷ്യ 2ാമത് ഗർഭിണിയായിരുന്നു. മാസങ്ങൾ പിന്നിട്ടു. അവളുടെ വിചാരണ നടന്നുകൊണ്ടിരിക്കെ തന്നെ അവൾ വീണ്ടും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഡേവിഡ് ജൂനിയർ എന്നായിരുന്നു ആ കുഞ്ഞിന് പേരിട്ടത്. പാട്രീഷ്യ ജയിലിലായിരുന്നതുകൊണ്ട് കുഞ്ഞ് ഡേവിഡ് അവളോടൊപ്പം അല്ലായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ റയാന് സംഭവിച്ചതുപോലെ ഡേവിഡിനും ഛർദിയും ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടു തുടങ്ങി. അവനെ ഉടൻ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. ഡോക്ടർമാർ അവനെ വിശദമായി പരിശോധിച്ചു. ഒടുവിൽ അവന് മീഥൈൽ മലോനിക് അസിഡീമിയ അഥവാ MMA എന്ന രോഗമാണെന്ന് അവർ കണ്ടെത്തി. ശരീരത്തിൻ്റെ ചില ജനിതക തകരാറുകൾ മൂലം ശരീരം സ്വയം ചില വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും എന്നതാണ് MMAയുടെ പ്രത്യേകത. റയാൻ്റെ ശരീരത്തിൽ കണ്ടെത്തിയ ഈഥലൈൻ ഗ്ലൈസോളിനോട് വളരെ സാദൃശ്യമുള്ളതാണ് ഈ വിഷവസ്തു. യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സ കിട്ടിയതോടെ കുഞ്ഞ് ഡേവിഡ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ഈ സംഭവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് റയാനും MMA കൊണ്ടാണ് മരിച്ചതെന്നും പാട്രീഷ്യ അവന് വിഷം കൊടുത്തിട്ടില്ലെന്നും അവളുടെ വക്കീൽ വാദിച്ചു. എന്നാൽ ഇതൊന്നും തെളിയിക്കാനുള്ള രേഖകളില്ലാത്തതിനാൽ കോടതി അവളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. എന്നാൽ കാര്യങ്ങൾ അവിടം കൊണ്ടും അവസാനിച്ചില്ല. അപ്പോഴാണ് ഈ സംഭവത്തിലെ 2ാമത്തെ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഒരു ദിവസം പാട്രീഷ്യയുടെ വക്കീലായ എറിക് റാത്ബോണിന് തൻ്റെ എതിർ കക്ഷിയായ ഗവൺമെൻറ് വക്കീലിൻ്റെ ചില കുറിപ്പുകൾ യാദർച്ഛികമായി കിട്ടാനിട വന്നു. റയാൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അവനെ പരിശോധിച്ച ഡോക്ടറുടെ ചില നിഗമനങ്ങളെക്കുറിച്ചായിരുന്നു ആ കുറിപ്പ്. റയാന് MMA രോഗം ബാധിച്ചിരിക്കാം എന്നായിരുന്നു ഡോക്ടറുടെ അഭിപ്രായം. എന്നാൽ അവർ അത് സംബന്ധിച്ച ടെസ്റ്റുകളൊന്നും നടത്തിയിരുന്നതുമില്ല. തൻ്റെ കക്ഷിയെ രക്ഷിക്കാൻ എന്ത് ചെയ്യാനാവുമെന്ന് എറിക് ചിന്തിച്ചു. ഈ വിവരങ്ങൾ വെച്ച് വേണമെങ്കിൽ പാട്രീഷ്യയെ പുറത്തിറക്കാൻ ശ്രമിക്കാം. എന്നാൽ ഓൾറെഡി ശിക്ഷ വിധിച്ച ഒരു കേസ് റീഓപ്പൺ ചെയ്യണമെങ്കിൽ സ്ട്രോങ് എവിഡൻസ് വേണം. അതിന് ഈ കുറിപ്പുകളൊന്നും പോരാ. പിന്നെ എന്ത് ചെയ്യും? ചിന്തയിലാണ്ട് നിന്നിരുന്ന എറിക്കിൻ്റെ മുന്നിലേക്ക് അദ്ദേഹത്തിൻ്റെ ജൂനിയർ വക്കീലെത്തി. വിവരമറിഞ്ഞ് ജൂനിയർ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ, ഇത്തരം കുടഞ്ഞു പറഞ്ഞ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഒരു TV പ്രോഗ്രാമുണ്ട്. അൺസോൾവ്ഡ് മിസ്റ്ററീസ് എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് ആ വഴിക്കൊന്ന് ശ്രമിച്ചാലോ? ഇതൊരു നല്ല ആശയമാണെന്ന് എറിക്കിനും തോന്നി. അങ്ങനെ അവരുടെ ശ്രമഫലമായി റയാൻ്റെ കഥ ആ പ്രോഗ്രാമിൽ ടെലികാസ്റ്റ് ചെയ്തു. ഈ പ്രോഗ്രാം സ്ഥിരമായി കാണാറുള്ള ആളായിരുന്നു സെൻറ്റ് ലൂയിസ് യൂണിവേഴ്സിറ്റിയിലെ ബയോകെമിസ്റ്റായിരുന്ന വില്യം സ്ലൈ. റയാനെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് അദ്ദേഹത്തിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടാൻ തന്നെ തീരുമാനിച്ചു. അതിനായി അദ്ദേഹം തൻ്റെ സുഹൃത്തും ഒരു വലിയ ലാബിൻ്റെ ഡയറക്ടറുമായിരുന്ന ജെയിംസ് ഷൂമാക്കറെയും ഒപ്പം കൂട്ടി. അവർ ആദ്യം ചെയ്തത് പ്രിസർവ് ചെയ്തു വെച്ചിരുന്ന റയാൻ്റെ കുറച്ച് ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യുക എന്നതായിരുന്നു. അതവർ ജെയിംസിൻ്റെ ലാബിൽ തന്നെ വിശദമായി പരിശോധിച്ചു. റയാനെ MMA ആയിരുന്നു എന്നവർ സ്ഥിരീകരിച്ചു. വീണ്ടും ഒരു ഉറപ്പിന് വേണ്ടി അവർ മറ്റൊരു പരീക്ഷണം കൂടി നടത്തി. അതായത് റയാൻ ആദ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് നടത്തിയ അതേ മെത്തേഡിൽ തന്നെ വീണ്ടും അദ്ദേഹം ടെസ്റ്റ് ചെയ്തു നോക്കി. അതിലും റയാന് MMA സ്ഥിരീകരിക്കപ്പെട്ടു. ഇതുകൂടാതെ അദ്ദേഹം ആ ബ്ലഡ് സാമ്പിളുകൾ മറ്റ് ചില ലാബുകളിലേക്കും അയച്ചു കൊടുത്തു. അതിൻ്റെ റിസൾട്ടുകൾ പരിശോധിച്ച് അവർ ഞെട്ടിപ്പോയി. പകുതി റിസൾട്ടുകളിലും വന്നിരിക്കുന്നത് വിഷബാധയേറ്റ ആളുടെ ബ്ലഡാണിത് എന്നായിരുന്നു.
അതായത് ടെസ്റ്റിങ്ങിലെ ഒബ്സർവേഷനിൽ വന്ന കുഴപ്പം കൊണ്ടാണ് പട്രീഷ്യ മകന് വിഷം കൊടുത്തതാണെന്ന് കരുതാൻ ഇടയാക്കിയത്. എന്തായാലും ഈ വിവരം അവർ കോടതിയിൽ പ്രസന്റ് ചെയ്തു. കാര്യങ്ങൾ ബോധ്യപ്പെട്ട കോടതി പട്രീഷ്യയെ കുറ്റവിമുക്തിയാക്കിക്കൊണ്ട് ഉത്തരവും ഇറക്കി. തെറ്റായ ലാബ് റിസൾട്ട് മൂലം തന്റെ മകന് യഥാർത്ഥ ചികിത്സ കിട്ടാതിരുന്നതുകൊണ്ടാണ് അവൻ മരിക്കാനിടയായത് എന്നറിഞ്ഞ് അവൾ തകർന്നുപോയി. അവനെ ചികിത്സിച്ച ആശുപത്രിക്കെതിരെയും ബ്ലഡ് ടെസ്റ്റ് നടത്തി തെറ്റായ റിസൾട്ട് കൊടുത്ത ലാബിനെതിരെയും അവൾ കേസ് ഫയൽ ചെയ്യുകയും നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുകയും ചെയ്തു. എങ്കിലും ഒരു നഷ്ടപരിഹാര തുക കൊണ്ട് നികത്താനാവുന്നതായിരുന്നില്ല അവൾക്കുണ്ടായ ദുരന്തങ്ങൾ. കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്ന മറ്റു സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്